സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കി പി.വി. അൻവർ എം.എൽ.എ. വീണ്ടും വിശ്വാസങ്ങൾക്കും വിധേയത്വത്തിനും അപ്പുറം ആത്മാഭിമാനം എന്ന ഒന്നുണ്ടെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ പി.വി. അൻവർ കുറിക്കുന്നു. നീതിയില്ല എങ്കിൽ നീ തീയാവുക എന്നും പോസ്റ്റിലുണ്ട്. അതേസമയം അൻവർ രാജിക്കൊരുങ്ങുന്നു എന്നുള്ള സൂചനകളും പുറത്തു വരുന്നു. ഇന്ന് വൈകിട്ട് 4:30 മാധ്യമങ്ങളെ അദ്ദേഹം കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, കഴിഞ്ഞ ദിവസമാണ് പി.വി. അൻവർ പറഞ്ഞത് ഇനി പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ല, തൽക്കാലം താനൊന്നും പ്രതികരിക്കുന്നില്ല എന്നൊക്കെ പറയുമെങ്കിലും അദ്ദേഹം തരാതരത്തിന് പ്രതികരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ADGPയെ ഡിസ്മിസ് ചെയ്യണമെന്ന പരസ്യമായി ആവശ്യപ്പെട്ടു. പ്രതികരിക്കില്ല എന്ന് പറഞ്ഞിട്ടും ഇന്ന് ഫേസ്ബുക്കിൽ കുറിപ്പിടുന്നു. വൈകിട്ട് 4:30 വീണ്ടും മാധ്യമങ്ങളെ കാണുന്നു. അതിനിടയ്ക്ക് അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കും എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ടല്ലോ ശിവദാസ്. വിനോദ്, CPM-നെയും ഇടതുപക്ഷത്തെയും വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുകയാണ് പി.വി. അൻവർ MLA-യുടെ ഓരോ പരാമർശങ്ങളും നിലപാടുകളും. തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതോടെ സംസ്ഥാന ആഭ്യന്തര വകുപ്പും സർക്കാരും എല്ലാം തന്നെ പ്രതിരോധത്തിലാവുകയാണ്. പ്രത്യേകിച്ച് ഇത് പ്രതിപക്ഷത്തെ സഹായിക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് എന്നാണ് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള അഭിപ്രായം. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അൻവറിന്റെ ഈ നിലപാടുകൾക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം സംസ്ഥാന സെക്രട്ടറി തന്നെ ഇത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അൻവർ ഇത്തരം പ്രതികരണങ്ങളിൽ നിന്നും മാറി നിൽക്കും എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഇനി ഈ രീതിയിൽ പ്രതികരണം ഉണ്ടായാൽ അത് കടുത്ത നടപടികളിലേക്ക് പോകും എന്ന സൂചനയും അദ്ദേഹം നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അൻവറിന്റെ തുടർച്ചയായ പ്രതികരണങ്ങളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പത്രക്കുറിപ്പും ഇറക്കിയിരുന്നു. ഈ പത്രക്കുറിപ്പിലും വ്യക്തമാക്കിയിരുന്നു അൻവർ പരസ്യ പ്രതികരണങ്ങളിൽ നിന്നും മാറി നിൽക്കണം. ഇത് സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. വലത് പക്ഷത്തിനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിനും ഇത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള ഒരു ആയുധമായി മാറുകയാണ്. അതുകൊണ്ട് പി.വി. അൻവർ MLA ഇത്തരത്തിലുള്ള പ്രസ്താവനകളിൽ നിന്നും മാറി നിൽക്കണം എന്ന് പരസ്യമായി തന്നെ പത്രക്കുറിപ്പ് ഇറക്കി തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അറിയിച്ചിരുന്നു. എന്നാൽ ആ സമയത്ത് മാത്രം താൻ തൽക്കാലം പരസ്യ പ്രസ്താവനകളിൽ നിന്നും മാറി നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. പക്ഷേ തൊട്ടടുത്ത ദിവസങ്ങളിൽ വീണ്ടും സജീവമായി രംഗത്ത് വരികയായിരുന്നു. ആഭ്യന്തര വകുപ്പിനെതിരെയും അതോടൊപ്പം തന്നെ ADGP MR അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരെയുമുള്ള പരാമർശങ്ങളും പരാതികളും എല്ലാം ആവർത്തിച്ചു. അത് ഇപ്പോഴും തുടരുക തന്നെയാണ്. താൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് പി.വി. അൻവർ പറയുന്നു. ഇതോടൊപ്പം കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം പല സമയത്തായി പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ADGPയെ ഡിസ്മിസ് ചെയ്യണം എന്നായിരുന്നു. ഇതുവരെ നേരത്തെ പറഞ്ഞിരുന്നത് സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തി അന്വേഷണം നടത്തണം എന്നായിരുന്നു. എന്നാൽ ഇന്നലെ അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യണം എന്ന് തുറന്നു പറഞ്ഞു. ഇങ്ങനെ തുടർച്ചയായ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രതികരണങ്ങളുമായി അൻവർ സജീവമാവുകയാണ്. ഇന്നും അത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ് അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വിശ്വാസങ്ങൾക്ക് അപ്പുറം ഒരു ആത്മാഭിമാനം എന്ന ഒരു സംഭവം ഉണ്ട്. വിശ്വാസങ്ങൾക്കും വിധേയത്വത്തിനും അപ്പുറം ആത്മാഭിമാനം എന്ന ഒന്നുണ്ട്. അത് തനിക്ക് ഇത്തിരി കൂടുതലാണ്. നീതി ലഭിച്ചില്ലെങ്കിൽ നീ തീയാവുക എന്ന കുറിപ്പും ഇതോടൊപ്പം തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് അൻവർ മാധ്യമങ്ങളെ കാണും. ഇന്ന് 4:30 മാധ്യമങ്ങളെ കാണും. നിലമ്പൂരിൽ വെച്ച് മാധ്യമങ്ങളെ കാണും എന്നും പറയുന്നുണ്ട്. അതായത് ഇതിൽ നിന്നെല്ലാം തന്നെ കൃത്യമാണ് പി.വി. അൻവർ MLA പാർട്ടി വഴങ്ങാതെ തന്റെ സ്വതന്ത്രമായ നിലപാടിൽ പാർട്ടി പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള നിലപാടുകളുമായും പ്രതികരണങ്ങളുമായി മുന്നോട്ട് പോവുക തന്നെയാണ് അൻവർ ഇപ്പോഴും ചെയ്യുന്നത്. അത് തുടരുക തന്നെയാണ്. ഇനി നമുക്ക് കാണേണ്ട ഒരു കാര്യം, അൻവർ രാജിവെക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രതികരണം അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിയിൽ അൻവർ പറഞ്ഞിരുന്നു താൻ ഇനി അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഉണ്ടാകുമോ എന്നത് തനിക്കറിയില്ല. അതുകൊണ്ടാണ് ഇത്തരം പൊതുപരിപാടികളിൽ പോലും എല്ലാ കാര്യങ്ങളും താൻ തുറന്നു പറയുന്നത് എന്ന് അൻവർ തന്നെ തുറന്നു സമ്മതിച്ചിരുന്നു. അത് ഒരു സൂചന കൂടിയാണ്. ഒരുപക്ഷെ ഇനിയും അൻവർ ഈ നിലപാടുകൾ തുടരുകയാണെങ്കിൽ പാർട്ടിക്കും കടുത്ത നടപടികൾ എടുക്കേണ്ട സാഹചര്യം തന്നെയാണ് ഉള്ളത്. വിനോദ്, തീർച്ചയായും പി.വി. അൻവർ MLA ശക്തമായി വീണ്ടും സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഒക്കെ തലവേദനയായി രംഗത്ത് വരികയാണ്. ശക്തമായി അദ്ദേഹം പ്രതികരിക്കുകയാണ്. വൈകിട്ട് 4:30 അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ താൻ ഉണ്ടാകുമോ എന്ന് പോലും അറിയില്ല എന്നും അദ്ദേഹം അടുത്ത വൃത്തങ്ങളോട് പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ വരുമ്പോൾ അദ്ദേഹം MLA സ്ഥാനം തന്നെ രാജിവെച്ച് പാർട്ടിക്ക് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മനം.